വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പേളിമാണിയുടെ റെസിപ്പി ആയിട്ടുള്ള മുട്ട ചുരുട്ട് പെരട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ്, മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, 2 പീസ് ഗ്രാമ്പു, 2 പീസ് പട്ട, പിന്നെ ഒരു ബൗളിൽ തേങ്ങ. ഇതാണ് മെയിനായിട്ട് നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട. ഞാനിപ്പോൾ 2 മുട്ടക്കാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് കഴുകിയ പരിപ്പിട്ട് കൊടുക്കുക. ശേഷം ഒരു ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ശരിക്കും നല്ല ടെൻഷനുണ്ട് ഈ ഒരു ടൈമിൽ ഇത് വേഗമെന്നൊക്കെ ഉള്ളത്. പരിപ്പ് ഇത്തിരി ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, പിന്നെ തക്കാളി കൂടെ ഒക്കെ ഇട്ടേക്കണോണ്ട് ഓക്കെ. അതിന് ശേഷം തക്കാളി മരിഞ്ഞിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമുക്ക് തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി വറുത്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ പെരിഞ്ചീരകം നേരത്തെ എടുത്ത 2 കരയാമ്പൂ, ഒരു 2 പീസ് കറുകപ്പട്ടയൊക്കെ കൂടി എണ്ണ ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ഇട്ട് ഇടാം. നമ്മൾ നേരത്തെ ചിരകി മാറ്റി വെച്ചേക്കണം 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ജസ്റ്റ് വഴറ്റിയെടുക്കുക, സ്ലോലി വഴറ്റിയെടുക്കുക. ഇളക്കി വറുത്തെടുക്കാം തേങ്ങ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ്. അതിനുശേഷം തീ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതൊന്നും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ വേണ്ട മസാലകളൊക്കെ എടുത്ത് വെക്കാം. ചേർക്കേണ്ട ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങ കിളിയിൽ വന്ന ടൈമിലാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റോളം, ജസ്റ്റ് 1 മിനിറ്റോളം ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറി മസാലയൊക്കെ കൂടി ചേർത്തിട്ട് പ്രത്യേകം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. തീ എപ്പോഴും കുറച്ചിട്ടിട്ട് ഈ ഒരു പരുവത്തിലെടുത്ത് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ഇനിയും മുട്ട ചുരുട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട പൊട്ടിച്ചെടുക്കാം. ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ തന്നെ എടുക്കാൻ നോക്കാം. ബീറ്റ് ചെയ്യണം, നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, സവാളയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നോർമലി നമ്മളെങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കണം ആ ഒരു രീതിക്കാണ് സവാളയും കുരുമുളകും ഉപ്പൊക്കെ ചേർത്ത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കൂടി ഇട്ടാൽ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം.
ഇത് മാറ്റി വെക്കാം. ഇനി ശേഷം നമ്മുടെ വറുത്ത തേങ്ങയുടെ ചൂടാറി കഴിയുമ്പോൾ ജസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തത് ഈ ഒരു പരുവത്തിൽ അടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ഉടച്ച് എടുത്ത് മാറ്റി വയ്ക്കാൻ ശേഷം നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല വട്ടമുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിൽ തന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ മുട്ട ചുരുട്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ. അതിന് ശേഷം മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ച് റൗണ്ടിൽ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 30 to 50 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. മുട്ട ഒന്ന് ജസ്റ്റ് കുക്കാണോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 30 to 50 സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് ഇത് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഒരു ചുരുട്ടിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ചുരുട്ടുക. അങ്ങനെ പയ്യനെ സെറ്റ് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 മുട്ട കൊണ്ട് ഇത് കുറേ പീസായിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. മുട്ട എല്ലാവർക്കും ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ 2 മുട്ടയ്ക്കുള്ളൂ അന്നൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഒരു ബെസ്റ്റ് ഐഡിയയാണ് ഇത് തോന്നിയായിരുന്നു ഇത് ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ ഇനി ഒരു ചുരുട്ടും കൂടി ചുരുട്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട ഓംപ്ലേറ്റ് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങനെ ചുരുട്ടാതിരിക്കാനായിട്ട് കുറച്ച് ടൈം കൊടുത്ത ശേഷം മാത്രം, അല്ലെങ്കിൽ മുട്ട പൊട്ടിപ്പോകും. ഇനി ഒന്നും കൂടി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഇനി അത് കട്ട് ചെയ്യാം ഒരു പീസായിട്ട്. ഞാനൊരു നൈഫും ഈ ഒരു സ്പൂണും കൂടി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് ചെയ്യാം. കട്ട് ചെയ്തെടുക്കുക. ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി അത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അത് നേരത്തെ വേവിച്ചുടച്ച് വെച്ചേക്കണം തക്കാളിയും പരിപ്പും കൂടി ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു. കുക്കറൊന്ന് ജസ്റ്റ് ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം അതിങ്ങനെ തിളച്ച് വരുന്നൊരു ടൈമിൽ നമുക്ക് വറുത്തരച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളവന്ന വരെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം മുട്ടയുടെ ഓരോരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. ശരിക്കും മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മീനിൻ്റെ പീസസ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇടുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പരിപാടി. അപ്പോൾ എല്ലാം ഇതുപോലെ ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം.
അതിന് ശേഷം ഇതിങ്ങനെ കയ്യിൽ വെച്ച് ഇളക്കരുത്. ഇതുപോലെ ഒന്നില്ലെങ്കിൽ ചുറ്റിക്കുക. മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളൂ. മീൻ ചുറ്റിക്കണ പോലെ ചുറ്റിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുഴിയൻ തവി വെച്ചിട്ട് ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിലേക്ക് എത്തിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് കുരുമുളകും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരു വറുത്തരച്ച മീൻകറി ആ ഒരു ടൈപ്പിലേക്കായിരുന്നു ഇരുന്നിരുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു എന്താ പറയുക, തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും പിന്നെ അതിൻ്റെ ഇപ്പോൾ ആ പരിപ്പിൻ്റെ ഒരു ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ് വന്നത്. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. കൊള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുട്ട കുറവാണെങ്കിലും കുറേ ആൾക്കാർക്ക് മുട്ട സെർവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഐഡിയയാണ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾ വൺ ടൈം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.